നമസ്കാരം. മാരിയോ ബ്രദറാണ്. കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് തുരുതുരാന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ വരാൻ തുടങ്ങി. വരുന്നത് നോമ്പ് വയറിനല്ല, അത് ഹൃദയത്തിനാണ് എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒരു ലേഖനമാണ്. ആ ലേഖനം വായിച്ച് പോകുമ്പം അത് കൊള്ളാം നല്ലതാന്നൊക്കെ ഇങ്ങനെ തോന്നി. അതിൻ്റെ അവസാനം ആ ലേഖകൻ മാർപ്പാപ്പ, നിങ്ങളുടെ സ്വന്തം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നൊക്കെയാണ് എഴുത്തുകാരൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഒറ്റ വായനയിൽ അത് നല്ലതാന്ന് തോന്നിയാലും അത് മനസ്സിരുത്തി വായിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും ഒരിക്കലും നോമ്പെടുക്കണ്ട എന്നുള്ളൊരു സന്ദേശം അതിനകത്ത് കിടപ്പുണ്ട്. അതാണ് രസം. അതായത് നല്ല ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ല, നന്നായി ജീവിച്ചാൽ മതി എന്നുള്ള ഒരു മെസ്സേജ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ ഓൺലൈനിൽ കിട്ടാവുന്ന എല്ലാ ഭാഗവും ഒന്ന് പരിശോധിച്ചു. മാർപ്പാപ്പ സഭയുമായി ബന്ധപ്പെട്ട, റോമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൈറ്റിലോ ഏതെങ്കിലും ലേഖനത്തിലോ ഏതെങ്കിലും പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചപ്പം സത്യം പറഞ്ഞ ഒരു സ്ഥലത്തും മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കിതുവരെയും തെളിവ് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെളിവ് കമൻ്റായിട്ട് ഇടണമെന്ന് വിനയ അഭ്യർത്ഥന. മാത്രമല്ല, ഞാനതിങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മലയാളം ചാനലിൽ പ്രവാചക ശബ്ദം നന്നായിട്ട് സഭയെ ഡിഫെൻഡ് ചെയ്ത് എഴുതുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്തും വ്യക്തമായി പറയുന്നത് കണ്ടു, അത് മാർപ്പാപ്പയുടെ പേരിലുള്ള ഒരു വ്യാജ പ്രചരണമാണെന്ന്. അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതിന് ശേഷം ആർക്കും ആരെക്കുറിച്ചും എന്തും എപ്പോൾ വേണമെങ്കിലും പടച്ചുവിടാൻ പറ്റും. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നല്ലൊരു നോമ്പ് തുടങ്ങുമ്പോൾ അങ്ങനെ മോശമായി പോകാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു സഭാപിതാവിൻ്റെ പേരിൽ, മാർപ്പാപ്പയുടെ പേരിലോ ഒരു കർദിനാളുടെ പേരിലോ ഒരു ബിഷപ്പിൻ്റെ പേരിലോ ഒരു വൈദികൻ്റെ പേരിലോ ഒക്കെ സഭാവിരുദ്ധമായ എന്തെങ്കിലും ഒരു ലേഖനം, അല്ലെങ്കിൽ സഭയുടെ പഠനത്തിനോ ബൈബിളിൻ്റെ പഠനത്തിനോ എതിരായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ലേഖനം നന്മയിൽ ചമഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ അതിൻ്റെ ആധികാരികത ഒന്ന് പഠിച്ചിട്ട് മാത്രമേ ഫോർവേഡ് ചെയ്യാവുള്ളൂ. പറയുന്ന ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും. കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട് വീട്ടിൽ. രാവിലെ എന്ത് കിട്ടുന്നോ അതുടനെ തന്നെ എല്ലാ കുടുംബ ഗ്രൂപ്പുകളിലേക്കും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കും. അങ്ങനെ അയക്കരുത്. കാരണം പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ പേരൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അയക്കും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞിട്ട് അയക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഷുഗർ കോട്ടഡാണ്. ഏറ്റവും വിഷമാണ് നിങ്ങൾക്ക് തരുന്നത്, പക്ഷെ നാവിൽ വെക്കുമ്പോൾ രുചിയായിരിക്കും. കാര്യം കോട്ട് ചെയ്തിരിക്കുന്നത് പഞ്ചസാരയിലാണ്. അതിനകത്ത് കിടക്കുന്ന വിഷമാണ് കഴിച്ചാൽ നമ്മൾ തകർന്നു പോകും. ഈ തരത്തിലാണ് സഭയുടെ ശത്രുക്കൾ ഇങ്ങനെയുള്ള ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ പുറത്തിറക്കി വിടുന്നത്. അതുകൊണ്ട് അല്പവും കൂടെ ഗൗരവം സൂക്ഷിക്കുക. നോമ്പുകാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ്, നിങ്ങളുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വരുമ്പോൾ അത് സത്യമാണോ എന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് അത് ഫോർവേഡ് ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് കുറച്ച് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരള മനസ്സിനെ, സകല മലയാളികളുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച, എന്നെയും വേദനിപ്പിച്ചതാണ് ഒരമ്മയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിശുദ്ധ സഭയെ വല്ലാതെ ആക്രമിക്കുന്ന കാണുമ്പോൾ അത്രത്തോളം സങ്കടമുണ്ട്. അവരുടെ മരണം ഒരു സങ്കടമാണ്, നടന്ന കാര്യങ്ങളെല്ലാം സങ്കടമാണ്, അതിലും സങ്കടമുണ്ട് സഭയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ. അപ്പം എനിക്ക് അഭിമന്യ പിതാക്കന്മാരോട്, അതായത് ഈ വോയിസ് ഏതെങ്കിലും പിതാവ് കേൾക്കുകയാണ്, പിതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല മിടുക്കന്മാരായ പിതാക്കന്മാർ കാണും, ഒരുപാട് സമ്പാദിക്കുന്ന, രൂപതയെ സൂപ്പറായി പോറ്റുന്ന, ആഗോള സഭയെ പോറ്റുന്നൊക്കെ. പക്ഷേ എത്ര സമ്പത്തുണ്ടാക്കിയാലും, എത്ര വാഗ്മിയാണെങ്കിലും, എത്ര അഡ്മിനിസ്ട്രേഷൻ കഴിവുണ്ടെങ്കിലും, സഭാവിരുദ്ധമോ ബൈബിളിന് വിരുദ്ധമോ ആയ ക്യാരക്ടർ കണ്ടാൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ബാക്കിയുള്ള പിതാക്കന്മാർക്ക് സാധിക്കണം, അദ്ദേഹത്തെ തള്ളി പറയാൻ സാധിക്കണം. ഈ സെയിം തിങ് രൂപത വൈദികരോടും പറയാം. ഓരോ രൂപതയിലുള്ള വൈദികർ, നിങ്ങളൊരു കുടുംബമാണ്. അത് 100, 200, 300 വൈദികർ അല്ലെ, ഒരു കുടുംബമല്ലേ. ആ കുടുംബത്തിൽ നല്ല കഴിവുള്ള ചില വൈദികർ കാണും. വിദേശത്തോ സ്വദേശത്തോ ആയിരിക്കാം, സമ്പാദിച്ചിരിക്കാം, ബിൽഡിങ്ങുകൾ പണിതിരിക്കാം, നല്ല പ്രഭാഷകനായിരിക്കാം, വാഗ്മിയായിരിക്കാം, ഭയങ്കര കഴിവുണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കരുത്. തെറ്റ് ചെയ്യുന്നത് എത്ര കഴിവുള്ളവനാണെങ്കിലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നിങ്ങൾ തയ്യാറാവണം. അപ്പോഴാണ് പൊതുജനങ്ങൾക്ക്, എന്നെപ്പോലെയുള്ള വിശ്വാസികൾക്ക് കുറച്ചും കൂടെ സഭാ അധികാരികളോട് ഇഷ്ടവും കൂറും സഭയുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യാമെന്നുള്ളതൊരു വാസ്തവമല്ലേ.
പലപ്പോഴും ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ബലഹീനത വന്നു പോകുന്നത് കൊണ്ടല്ലേ ഇപ്പൊ പൊതുജനം ഇത്രത്തോളം രോഷാകുലരാകുന്നത്. ഇപ്പൊ പൊതുജനത്തിന്റെ ഒരു പ്രത്യേകത, വിശ്വാസികളുടെ ഒരു പ്രത്യേകത, അവരുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഇവരെല്ലാം അവർക്കെതിരാവുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് വസ്ത്രം ധരിച്ചവരും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരുടെ ഇടയിൽ ഒരു യൂദാസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ യൂദാസിനെ ഒന്ന് ഒറ്റപ്പെടുത്താൻ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ യൂദാസിനെ ഒന്ന് പുറത്താക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എനിക്കൊന്ന് ഇത് രൂപതാ വൈദികരോട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓരോ കോൺഗ്രിഗേഷൻ്റെയും ജനറൽ അച്ഛന്മാർ, കാലാകാലത്തിൽ മാറി വരുന്ന ജനറൽ അച്ഛന്മാരും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ അച്ഛന്മാരും ജനറൽ സിസ്റ്റേഴ്സും പ്രൊവിൻഷ്യൽ സിസ്റ്റേഴ്സും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം അധ്വാനിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത നല്ല കഴിവുള്ള അച്ഛനുണ്ടാകും, ഒരു കന്യാസ്ത്രീ ഉണ്ടാകും. ഒരുപാട് ബിൽഡിംഗ് ഒക്കെ പണിത് വന്ന്, ഒരുപാട് പേരെടുത്ത്, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ലൈസൻസുകൾ നേടിത്തന്ന്, ഒരുപാട് CSR ഫണ്ട് നേടിത്തന്ന് ഒക്കെ ചെയ്തവർ. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ സഭാവിരുദ്ധമോ ഇനിയല്ല എങ്കിൽ ബൈബിളിനെതിരോ ആയതും തെറ്റൊന്ന് ഉത്തമ ബോധ്യമുള്ളതുമായ എന്തെങ്കിലും കണ്ടാൽ, അത് സ്ത്രീ വിഷയമാകാം, അത് പണമാകാം, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാരക്ടർ ഡിഫറൻസ് ആകാം, അതിന് തക്ക ശിക്ഷ കൊടുക്കാൻ, മാതൃകാപരമായ ശിക്ഷ കൊടുക്കാനും വേണ്ടി വന്നാൽ ലെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ധൈര്യം. ഈ ധൈര്യമൊക്കെ സെമിനാരി കാണിക്കുന്നുണ്ടല്ലോ. മൈനർ സെമിനാരി മുതൽ ഡീക്കനായി പട്ടത്തിന് തലേന്ന് വരെ എന്ത് ക്രൂരതയോടെ ചിലപ്പോഴൊക്കെ ചെറിയ തെറ്റിന് പിള്ളേരെ പറഞ്ഞു വിടുന്ന കണ്ടിട്ടുണ്ടെന്ന്. എന്നാൽ അത് ഒരിക്കൽ വൈദികനായാൽ അല്ലെങ്കിൽ ഒരിക്കൽ ഒരു ബിഷപ്പായാൽ പിന്നീട് അത് സംഭവിക്കുന്ന കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിലെനിക്ക് തോന്നുന്നു അല്പവും കൂടെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. ഇത് സ്നേഹം കൊണ്ടും സഭയെ മറ്റുള്ളവരിങ്ങനെ പബ്ലിക്കായിട്ട് മറ്റു മതക്കാരെല്ലാം കൂടി ഇങ്ങനെ പിച്ച് ചീന്തുന്നത് കാണുമ്പോൾ ഉള്ള ദുഃഖം കൊണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തൊട്ട് മുമ്പ് മാർപ്പാപ്പയുടെ പേരിൽ ലേഖനം ഇറങ്ങി എന്നല്ലേ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പം അങ്ങനെയാണ് ജനത്തിന്. ഇപ്പം മാരിയോ ഒരു മൗദൂദിസ്റ്റാണ്, ഒരാളൊരു ലേഖനം എഴുതി, എല്ലാവരും കൂടെ അതങ്ങ് ഏറ്റുപിടിച്ചു. എത്രയോ വർഷമായി, 8 വർഷമായിട്ട് ഞാൻ അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം ആർക്കും ആരെക്കുറിച്ച് എന്തും പടച്ചുവിടാവുന്ന ഈ കാലത്ത് അല്പവും കൂടെ ഗൗരവത്തോടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ സഭാ അധികാരികൾ മുന്നിട്ടിറങ്ങുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ പങ്കിട്ടുള്ളൂ. മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു ചിന്തയും കൂടെ ഞാൻ പങ്കിട്ടോട്ടെ. ഒരു കൈ വേദനിക്കുന്ന മൊബൈൽ പിടിച്ചിട്ട്, കാരണം കയ്യിലാണ് മൊബൈൽ പിടിച്ച് സംസാരിക്കുന്നത്, അതുകൊണ്ട് കൈ ഒന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ. മൂന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 28 വർഷം വൈദികരുടെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. 1ഉം 2ഉം അല്ല, 28 വർഷം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ക്യാമ്പസും അത് തന്നെയാണ്, ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. ഈ ക്യാമ്പസിൽ പുറകിൽ നിന്ന് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാമെങ്കിൽ കൊങ്കണി ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും അവിവാഹിതരായ പുരോഹിതർക്ക് ശരിക്കും വിവാഹം കഴിച്ച കുടുംബ ജീവിതം നയിക്കുന്നവരുടെ നൊമ്പരങ്ങൾ സെൻസിറ്റീവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അതൊരു സത്യാവസ്ഥയാണ്. അത് എൻ്റെ 28 വർഷത്തെ അനുഭവമാണ്. അപ്പോൾ അതിനെന്താ ഒരു പോംവഴി എന്നതൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, അതിനെന്ത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടൊരു പരിഹാരമല്ല. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഉദിച്ചു പോയ ഒരു പരിഹാരം ഞാൻ കൂട്ടുകാരോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വൈദികനുണ്ടെങ്കിൽ, ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രൂപതയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, കോൺഗ്രിഗേഷനിലായാലും അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതൊരു നല്ലൊരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഓരോ രൂപതയിലെ പിതാക്കന്മാരും, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാള സാഹചര്യം വെച്ചാൽ ഞാൻ പറയുന്നത്, KCBC മെത്രാൻ സമിതി ഒരു തീരുമാനം എടുത്തിട്ട് കേരളത്തിലെ ഓരോ രൂപതയിൽ നിന്നും ഏറ്റവും നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ഒരു ദമ്പതികളെ, പ്രത്യേകിച്ച് അല്പസേവന മനോഭാവം കൂടെയുള്ള ദമ്പതികളെ KCBC ആസ്ഥാനത്ത് കൊണ്ടുവന്ന് 2-3 ദിവസം അവർക്ക് സൈക്കോ സ്പിരിച്വാലിറ്റി വഴി ഒരു കപ്പിൾസ് ഗൈഡൻസ് ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ട് ഈ ദമ്പതികളെ ഓരോ ഞായറാഴ്ച ഓരോ ഇടവകകളിൽ, ഫൊറോന തിരിച്ചോ ഇനി അല്ലെങ്കിൽ കൂടുതൽ കുടുംബങ്ങളുള്ള ഇടവക തിരിച്ചോ ഇവരെ പറഞ്ഞു വിടുക. ഇപ്പം ഞായറാഴ്ച രാവിലെ അവരൊരു 7 മണി മുതൽ അല്ലെങ്കിൽ 8 മണി മുതൽ ആ ഇടവകയിൽ വൈകുന്നേരം ഒരു 5-6 മണി വരെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഇടവകയിലെ വൈദികൻ അനൗൺസ് ചെയ്യേണ്ടതുണ്ട്, രൂപതാ തലത്തിൽ നിന്നും കപ്പിൾസ് ഗൈഡൻസ് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയ ഒരു കപ്പിൾ നമ്മുടെ കൂടെ ഉണ്ട്. ഏതെങ്കിലും ദമ്പതികൾക്ക് പരസ്പരം വഴക്കോ സങ്കടമോ വിഷമോ ഒക്കെ ഉണ്ട്, ആരോടും പറയാൻ പറ്റാതെ നീറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പോയി കാണാമെന്ന് പറയാം. അങ്ങനെ ഒരു കൗൺസിലിംഗ് സംവിധാനം എല്ലാ ഇടവകയിലും ഏർപ്പെടുത്തിയാൽ, അതായത് ഇടവകയിൽ നിന്നുള്ള കൗൺസിലേഴ്സ് ഇരുന്നാൽ ചിലപ്പം എല്ലാ കുടുംബക്കാരും പോയി സംസാരിച്ചോളണമെന്നില്ല. അത് ഇടവക മാറി മാറി പോകാവുന്ന ടൈപ്പിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ സഭാ ഉന്നത തലത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കപ്പിൾസിനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് അയക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് വൈദികർക്കൊരു കുടുംബത്തിൻ്റെ അകത്ത് കയറി ചെല്ലാവുന്നതിലും കൂടുതൽ ദമ്പതികൾക്കായിരിക്കും സാധിക്കുക. ജനങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും ആ ദമ്പതികളോടായിരിക്കും. ഒരു പരിധിവരെ നമ്മുടെ ഇടവകയിൽ ഇനി ഇങ്ങനെ കുടുംബ വഴക്കിനെ ചൊല്ലിയും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ചൊല്ലിയും
ആത്മഹത്യ കുറയും. ആത്മഹത്യ മാത്രമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഏറ്റവും പ്രബുദ്ധരായ ജനങ്ങളെന്ന് അവകാശപ്പെടുന്ന നസ്രാനി കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണേ, കേരളത്തിൽ ഏറ്റവും പ്രബുദ്ധരും ഏറ്റവും പാരമ്പര്യമുള്ളവരും ഏറ്റവും ജ്ഞാനികളും അറിവാളികളും എന്നൊക്കെ പറയുന്ന പ്രബുദ്ധരായ സീറോ മലബാർ, മലങ്കര, ലാറ്റിൻ എല്ലാ സഭയിലും, ഞാൻ പറയുന്നത് എല്ലാ റീത്തിലും ഉള്ള കുടുംബങ്ങളിൽ ഒരുപാട് പേരുണ്ട് കുടുംബം നീറി പുകയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പാരമ്പര്യം കൊണ്ടും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അന്തസ്സ് കൊണ്ടും തറവാട് മഹിമ കൊണ്ടും പിടിച്ചു നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ മാനസിക രോഗികളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഉപദ്രവം മൂലം ശരിക്കും സഹിച്ച് വിഭ്രാന്തിയിൽ കഴിയുന്നവർ. ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിൽ അവർ മാനസിക രോഗികളായി പോയിട്ടുണ്ട്. പക്ഷേ കുടുംബമഹിമയും സമൂഹത്തിലെ സ്റ്റാറ്റസും കൊണ്ട് പിടിച്ചു നിന്ന് ഒരു പ്രത്യേക അവസ്ഥയിൽ പോകുന്നത്. എന്നാൽ ഇവർക്കൊക്കെ ആവശ്യമുള്ള ഗൈഡൻസും അറിവും പകർന്നു കൊടുക്കാൻ ദമ്പതികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മാരിയോ ജോസഫ്. അപ്പം ഞാൻ ഈ ഒരു ലൈവിൽ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ നിങ്ങളോട് പങ്കിട്ടത്. ഒന്ന്, ഏതെങ്കിലും സഭാപിതാക്കന്മാരുടെ അച്ഛന്മാരുടെ ഒക്കെ പേരിൽ, ഈവൻ മാർപ്പാപ്പയുടെ ഒക്കെ പേരിൽ ഒരു ലേഖനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികത അറിഞ്ഞിട്ട് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തിന്മക്ക് കൂട്ടു നിൽക്കുന്നവരായി പോകും. കാര്യം നന്മയിൽ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ എന്ന് പൗലോസ്ലീഹ പറയുന്ന ദുരാത്മാക്കളുടെ എണ്ണം കൂടിയ കാലമാണിത് എന്നത് മറക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സമൂഹത്തിൽ, അതായത് സഭാ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ എത്ര മിടുക്കനാണെങ്കിലും തെറ്റിനെ അംഗീകരിക്കാനും അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കാനും പറ്റണമെന്നുള്ളത്. മൂന്നാമത്തത്, സഭയുടെ കെട്ടുറപ്പിന് നല്ല കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റിയ, ദാമ്പത്യ കുടുംബ വിഷയങ്ങളിൽ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റിയ ദമ്പതികളെ വാർത്തെടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് കാറ്റക്കിസം ടീച്ചേഴ്സിൻ്റെ കാര്യം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കാറ്റക്കിസം ടീച്ചേഴ്സിന് എല്ലാ ഇടവകയിലും അറ്റ്ലീസ്റ്റ് ഒരു ടീച്ചർ ശരിക്കും നല്ല ട്രെയിനിങ് സഭാതലത്തിൽ കിട്ടിയ, ഫിലോസഫിയും തിയോളജിയും അത്യാവശ്യം മനസ്സിലാക്കിയ ഒരാളുണ്ടെങ്കിൽ മറ്റു മതക്കാരുടെ ചോദ്യങ്ങളെ ഡിഫെൻഡ് ചെയ്ത്, എത്തിസ്റ്റുകളുടെ ചോദ്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്ത് കാറ്റക്കിസം നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതൊക്കെ സാലറീഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് മറക്കരുത്. വെറും സേവനമല്ല. ഇപ്പം നമ്മളൊരു ദമ്പതികളെ കൗൺസിലിങ്ങിന് ട്രെയിനിങ് ചെയ്യിപ്പിച്ചാൽ മന്ത്ലി ദേ മസ്റ്റ് ഗെറ്റ് സം പേയ്മെൻറ്റ്. അതിനുള്ള സംവിധാനം സഭാതലത്തിൽ കണ്ടെത്താൻ പറ്റണം. അതുപോലെ തന്നെ കാറ്റക്കിസം ടീച്ചേഴ്സും അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ കുറേയും കൂടെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന അക്രമങ്ങളും കൊലകളും അല്ലെങ്കിൽ ആത്മഹത്യകളും വിഭ്രാന്തികളും ഒക്കെ ഒന്ന് കുറക്കാനും സഭയെ വീണ്ടും പരിശുദ്ധ സഭ എന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാനും പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മാരി. ഇത്രയൊക്കെ സംസാരിക്കുന്ന സഭയോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. സഭയെ ഇങ്ങനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കണ്ണിൽ വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്നത് ആലോചിച്ചപ്പോൾ കിട്ടിയ ചില അറിവുകളാണ്. ഒരുത്തൻ എഴുതിയിരിക്കുന്നു, സി ജോസ് തട്ടിപ്പിനുള്ള പുതിയ ഉപദേശം. ഇതാണ് മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ നന്മ പറഞ്ഞാൽ കുറ്റപ്പെടുത്തും, ഒരാൾ നന്മ ചെയ്താൽ കുറ്റപ്പെടുത്തും. ഈ സി ജോസ് ഒരിക്കലെങ്കിലും എന്നെ നേരിട്ട് കാണുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തില്ല, ചുമ്മാ അങ്ങ് വിധിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്ന മലയാളിയുടെ അടിസ്ഥാന പ്രശ്നം എന്നാണ്. വേറൊരുത്തൻ നന്നാവുന്നത് ഇഷ്ടമല്ല, വേറൊരുത്തൻ നല്ലത് പറഞ്ഞാൽ ഇഷ്ടമല്ല, നല്ല വസ്ത്രം ഇട്ടാൽ ഇഷ്ടമല്ല. ശരിയല്ല. നമ്മുടെ ഇടവകയിൽ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ഒരു കപ്പിള് കൈയൊക്കെ കോർത്ത് പിടിച്ച് കളിച്ച് ചിരിച്ച് പള്ളിയിലേക്ക് വരുന്ന കാണുമ്പോൾ അതിൽ ഈ സി ജോസിനെ പോലത്തെ ഒരുത്തം പറയുന്നത് കാണാം, എത്ര നാൾ പോകുന്നു കാണാം. അതായത് ഒരു കുടുംബം നന്നായി കാണുമ്പോൾ അസൂയാണ് നമുക്ക്. ഒരുപക്ഷെ ഒരു പരിധിവരെ വിവാഹം കഴിക്കാത്തവർക്ക് അത് കൂടുതലുമാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. എനിക്ക് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സി ജോസഫിനെ പോലെയുള്ള ആളുകളോടാണ് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങളോ ഒരു നന്മയും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല. ആരെങ്കിലും അത് ചെയ്യുമ്പോൾ അതിനെ ദ്രോഹിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണമെന്നൊരു വിനയ അഭ്യർത്ഥനയുണ്ട്. അത്രയൊക്കെയല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല. ഫിലോകാലിയ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ ഒരു വീടിൻ്റെ താക്കോൽ ദാനമുണ്ട്. മറ്റന്നാൾ വേറൊരു വീടിന് തറക്കല്ലിടാനുണ്ട് ഇടുക്കിയിൽ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഒരുപാട് നല്ല നല്ല പുണ്യപ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതുവരെയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരിക്കൽ മാത്രമാണ് ഈ വഴിയിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഈ ഒരു ലൈഫ് സ്പാൻ ഒരിക്കൽ മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് കിട്ടുക. ഒരിക്കൽ കടന്നുപോയ ആ സമയം പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഈ ദിവസത്തെ ഈ സമയം ഇനി ഒരിക്കലും എനിക്ക് കിട്ടില്ല.
ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഇനി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സെക്കൻഡും പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സെക്കൻഡ് ആയതുകൊണ്ട്, അതായത് ഈ വഴിയിലൂടെ ഇനി ഒരിക്കലും നിങ്ങൾ കടന്നു പോകാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ, ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും അപ്പപ്പോൾ ചെയ്യുക. അത് ചിന്തയിലാണെങ്കിലും നന്മകളാക്കുക, സംസാരത്തിലാണെങ്കിലും നന്മകളാക്കുക, പ്രവൃത്തിയിലാണെങ്കിലും നന്മകളാക്കുക. ഒരാൾ വേറൊരു ജോസ് പേജ് എഴുതിയിരിക്കുന്നു, എവ്രിതിങ് ഈസ് ഫോർ മണി ആൻഡ് ലാക്ക് ഓഫ് വാല്യൂസ്. യെസ്, താങ്ക് യു. എന്ന് എനിക്ക് മനസ്സിലായില്ല, എല്ലാം മണിക്കാന്ന്. മണീനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല ജോസ് പി ജെ. കാരണം പണം ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇപ്പം നമ്മൾ പരിശുദ്ധ കുർബാനക്ക് പോയാലും കുർബാനക്കുള്ള അപ്പവും വീഞ്ഞും അവിടെ ഉണ്ടാകണമെങ്കിൽ അതിന് പണം തന്നെ വേണ്ടേ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടല്ല അതിൻ്റെ ഇടയിൽ സ്തോത്ര കാഴ്ചെടുക്കേണ്ടി വരുന്നത്. പണം ഈവിളാണെന്നും പറഞ്ഞിട്ട് പണത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം തെറ്റാണെന്നൊന്നും പറയരുത്. നേരായ വഴിയിലൂടെ പണം സമ്പാദിക്കുക, നേരായ വഴിയിലൂടെ സൂക്ഷിക്കുക, നേരായ വഴിയിലൂടെ ചെലവഴിക്കുക എന്നുള്ളതായിരിക്കണം കൺസെപ്റ്റ്. പണമേ അതിൽ തന്നെ പാപം എന്ന് ഈശോയും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ആർക്കും പണം ഉണ്ടാവരുതെന്നൊന്നും. കാര്യം ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം വേണ്ടതുണ്ട് കേട്ടോ. പി ജെ ജോസ്, എന്തായാലും കമൻറ്റിന് നന്ദിയുണ്ട്. ഓക്കെ, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ ആ 3 കാര്യങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. അത് റൈറ്റാണെന്ന് തോന്നിയാൽ അത് ഫോളോ ചെയ്യുക. ഫിലോകാലിയുടെ നന്മ പ്രവൃത്തിയിൽ കൂടെ ഉണ്ടാകണമെന്ന അപേക്ഷയോടെ, ഗഡ് ബ്ലെസ് യു.